ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാചരണത്തോട് അനുബന്ധിച്ച് പാലിയേറ്റീവ് നഴ്സുമാർക്ക് ആദരവും പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു. 2026 ജനുവരി 27 ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സൗമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B ഷംസുദ്ദീൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബേബി ജോസഫ്, R മിനി, ടെസി ഇമാനുവൽ, UP അബ്ദുൾ റഹ്മാൻ, KK ശൈലജ, സുജി R, ശ്രീമതി അജിത, നഴ്സിംഗ് സൂപ്രണ്ട് CHC മയിൽ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഇരിക്കൂർ CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ പദ്ധതി വിശദീകരിച്ചു. തുടർന്ന് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് സിന്ധു P എന്നിവരെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരെയും ആദരിച്ചു. പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ ശോഭ P ക്ലാസ് എടുത്തു. ബയോമെഡിക്കൽ മാലിന്യ പരിപാലനം എന്ന വിഷയത്തിൽ സൗദാമിനി MK, സീനിയർ നഴ്സിംഗ് ഓഫീസർ CHC മയിൽ എന്നിവരും ക്ലാസ്സെടുത്തു. പരിപാടിയിൽ ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ലജി M സ്വാഗതവും ബ്ലോക്ക് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ സൽമ MK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 60ഓളം പേർ പങ്കെടുത്തു. ജനുവരി 15 പാലിയേറ്റീവ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് നഴ്സുമാർക്കുള്ള ഒരു ആദരവും അതുപോലെ പാലിയേറ്റീവ് രോഗികളുടെ ബന്ധുക്കളുടെ ഒരു സംഗമവുമാണ് ഇവിടെ നടപ്പിലാക്കിയത്. വളരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത നമ്മുടെ പാലിയേറ്റീവ് രോഗികളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് കരുതൽ നൽകുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അവരുടെ ബന്ധുക്കൾ, അവർക്കും ഈ പാലിയേറ്റീവ് രോഗികളെപ്പോലെ തന്നെ ഈ രോഗി ബന്ധുക്കളും സമൂഹത്തിൻ്റെ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ വല്ലാതെ പറ്റാത്ത ഒരവസ്ഥയിലുള്ളവർ തന്നെയാണ്. അവർക്ക് ചുറ്റുമാണ് എപ്പോഴും ഈ ബന്ധുക്കളുടെയും ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഈ പാലിയേറ്റീവ് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പലപ്പോഴും അവർക്ക് വേണ്ടത്ര അവബോധം ഉണ്ടാവുകയെന്ന് വരില്ല. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാലിയേറ്റീവ്, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനൊരു നേഴ്സ് നമുക്കുണ്ട്, സെക്കൻഡറി പാലിയേറ്റീവ് നേഴ്സ് ഉണ്ട്. 8 പഞ്ചായത്തുകളാണ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. ഈ 8 പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ 8 ഗ്രാമപഞ്ചായത്തിലുമുള്ള ഈ രീതിയിൽ കൂടുതൽ കിടപ്പ് രോഗികളായിട്ടുള്ള, അതാണ് സെക്കൻഡറി പാലിയേറ്റീവ്. അത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കാൻ വേണ്ടി ഒരു നേഴ്സ്, സെക്കൻഡറി പാലിയേറ്റീവ് നേഴ്സ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ട്. അപ്പോൾ അവരുടെ സേവനം ഈ 8 പഞ്ചായത്തിലും ഒരു മാസത്തിൽ വളരെ ചുരുങ്ങിയ ദിവസമേ കിട്ടുള്ളൂ. ഈ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാൽ പോലും ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഒരു രോഗിയുടെ അടുത്തെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ദിനാചരണത്തിൽ ആലോചിച്ചു. അങ്ങനെയാണ് ഈ സെക്കൻഡറി പാലിയേറ്റീവ് നേഴ്സിനും മറ്റു നമ്മുടെ 8 പഞ്ചായത്തിലെ നേഴ്സുമാർക്കും ഒരു ആദരവ്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ള രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പാലിയേറ്റീവ് രോഗികളുടെ ബന്ധുക്കൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമുക്ക് നേഴ്സുമാർക്ക് കിട്ടുന്ന ഇതൊന്നും ഈ നമ്മുടെ രോഗി ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെ വളരെ കാര്യക്ഷമമായി നമ്മളെ ഈ രോഗികളെ പരിചരിക്കാം എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദിനാചരണത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 ക്ലാസ്സുകളാണ് ഇതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും, രണ്ടാമത്തായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, പലതരത്തിലുള്ള അവരുടെ സാനിറ്ററി നാപ്കിൻ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതും വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലും ഇവർക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പാലിയേറ്റീവ് വേസ്റ്റ് നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കൂടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വളരെ സജീവമായിട്ട് നമ്മുടെ 8 പഞ്ചായത്തിൽ നിന്നും രോഗി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ഈ പാലിയേറ്റീവ് നഴ്സുമാർ എല്ലാ പഞ്ചായത്തിൽ നിന്നും വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ മെമ്പർമാരും ഒക്കെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി വളരെ ഭംഗിയായിട്ട് ഈ ഒരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെ തോടും ഇവിടുത്തെ തൊലി മുട്ടുമല്ലോ, പിന്നെ അതുപോലെ മുട്ടും അല്ലെ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ
നമ്മള് ഒരു ബെഡ്ഷീറ്റ് മടക്കി അല്ലെങ്കിൽ ചെറിയ പില്ലോകൾ കിട്ടുമല്ലോ, ചെറിയ തലയണകൾ കിട്ടുമല്ലോ, അത് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ